നമസ്തേ. നമ്മുടെ എനർജി തന്നെയാണ് നമ്മിലേക്ക് എത്ര വരുമാനം അല്ലെങ്കിൽ ഇൻകം വരണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഊർജ്ജം വളരെ താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് താഴ്ന്ന ഡിമാൻഡുമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ, സ്കിൽ ഉണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് വാല്യൂ താഴേക്ക് പോകും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ ഊർജ്ജമാണ് നിങ്ങളുടെ വിസിബിൾ ആയിട്ടുള്ള ഒരു റെസ്യൂമെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളെ ഇതുപോലെ ഹൈ എനർജിയിൽ നമുക്ക് കൂടുതൽ ഇൻകം വരുത്തുന്നതായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ തടയുന്നതും ഈ ഒരു കാര്യമാണ്. അതായത് സ്കേഴ്സിറ്റി എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് എപ്പോഴും എനിക്ക് പണമില്ല, പണം പോരാ എന്നുള്ള ചിന്ത. ഇതൊരു തരത്തിലുള്ള പേടിയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ചിലപ്പോൾ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടിയതായിട്ടുള്ള പല കാര്യങ്ങളുടെ ഒരു സത്തയായിട്ടാണ് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് വരുന്നത്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പണം പോരാ അല്ലെങ്കിൽ ഒന്നും പോരാ എന്നുള്ള ഈ ചിന്തയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ രീതിയിലുള്ള ഇൻകം വരുന്ന സമയത്ത് തന്നെ അതിൽ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളതാണ്. എപ്പോഴും ഒരു പേടിയുടെ പുറത്ത് ഫിയർഫുൾ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്നത്. ഫിയർ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റാഗ്നേഷൻ എന്നാണ് അർത്ഥമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാമായിട്ടുള്ള അതോറിറ്റിയാണ് ബാർഗൈനിങ് പവറിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. ശാന്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ശാന്തമായിട്ടിരിക്കുന്നതായിട്ടുള്ള അധികാരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്പറേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ബാർഗൈനിങ് പവർ വളരെ അധികമായിരിക്കും. കാം എനർജിയെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഐ ആം നോട്ട് ഡിപ്പെൻഡന്റ് എന്ന് പറയുകയാണ്. ഐ ആം ഇൻഡിപെൻഡന്റ് എന്നാണ് അത് സംസാരിക്കുന്നത്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് പേ ചെയ്യുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു എനർജിയുടെ ഒരു എലമെന്റ് തന്നെയാണ്. ട്രസ്റ്റ്, ക്ലാരിറ്റി, സേഫ്റ്റി. അതായത് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങളെന്നുള്ള വ്യക്തിയെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കണം, നിങ്ങളിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് കമ്പനി ആയിക്കോട്ടെ, മുതലാളി ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രീമിയം പേയ്മെന്റ് തരും എന്നുള്ളതാണ്. നിങ്ങളെ കൂടുതൽ വിലയുള്ള വ്യക്തിയായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ്. ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആദ്യം അവൻ ചെറിയ പോസ്റ്റിലായിരുന്നു, പിന്നീട് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് കയറി, പിന്നീട് മാനേജർ പോസ്റ്റിലേക്ക് കയറി, പിന്നെ അവിടെയുള്ള അറബിക്ക് ഭയങ്കര വിശ്വാസമായി, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, വലിയ പോസ്റ്റിലേക്ക് അയാൾക്ക് ജോലി കൊടുത്തു എന്നുള്ളത്. അപ്പൊ ഇത് ട്രസ്റ്റാണ് ഇവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ജീവിതത്തിലെ പല തലങ്ങളിലൂടെ പോകുമ്പോൾ ഈ ട്രസ്റ്റ്, ഈ ക്ലാരിറ്റി, ഈ സേഫ്റ്റി പല രീതിയിൽ വർക്കൗട്ട് ആവുന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു അതോറിറ്റി മാത്രമായിരിക്കില്ല, നിങ്ങളുടെ മുന്നിലുള്ള ക്ലയന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപെടുന്നതായിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും. അവർക്കൊക്കെ ഈ പറഞ്ഞ നിങ്ങളെ പ്രതിയുള്ള ട്രസ്റ്റ്, സേഫ്റ്റി, ക്ലാരിറ്റി, ഈ കാര്യങ്ങൾ അതിനുള്ളിലൊരു ബൗണ്ടറിയും കൂടെ ഉണ്ട്. എവിടെ നിൽക്കണം, എവിടെ നിർത്തണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം കൂടി അവർക്ക് അറിയാമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇത് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ അതിന് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണത്തിനെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഉയർന്ന ഊർജ്ജത്തിൽ നിങ്ങളെ നിർത്താനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ചില കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർക്ക് വലിയ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല രീതിയിലുള്ള ശമ്പളം, അവരെക്കാളും കൂടുതൽ പഠിച്ച ആൾക്കാരൊക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിനേക്കാളും വലുതാണ് ഇമോഷൻ എന്ന് പറയുന്ന കാര്യം. കാരണം മനുഷ്യൻ്റെ ഇമോഷനെ സ്വാധീനിക്കുന്ന എലമെന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ട്രസ്റ്റ്, ക്ലാരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മണി ഫ്ലോ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അലൈൻഡ് എനർജിയാണ്. അതായത് നമ്മൾ പ്രപഞ്ചവുമായിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. ഇനി കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽസ്, നമ്മുടെ പർപ്പസ്, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ സ്കില്ല്, എനിക്കുള്ളൊരു കഴിവുണ്ടായിരിക്കുമല്ലോ, ആ ഒരു കഴിവ് എനിക്ക് എൻ്റെ പർപ്പസിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് നിറവേറുന്നുണ്ട്, എൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെ എൻ്റെ പർപ്പസിനെ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് അത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ക്ലാരിറ്റി അതിൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ ക്ലാരിറ്റി അതിന് മുന്നേ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പർപ്പസും ഈ പറയുന്ന സ്കില്ലും കൂടെ അലൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ആ വ്യക്തത നമുക്ക് ലൈഫിനെ കുറിച്ച് ഉണ്ടാകുന്നുള്ളതാണ്. എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഹൈ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് അതിന്റെ റിസൾട്ടായിട്ട് വരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനം നിങ്ങളിലേക്ക് പണത്തിനെ കൊണ്ടുവരുന്നു, പക്ഷെ അലൈൻമെന്റ് ആണ് അതിൻ്റെ സ്ഥിരതയെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഗ്രോത്ത് തരും, നിങ്ങളുടെ എനർജി നിങ്ങളുടെ വെൽത്ത് ലെവൽ മാറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ധനത്തിന്റെ ലെവൽ തന്നെ മാറ്റും എന്നുള്ളത്. അപ്പൊ ഈ എലമെന്റ്സ്, ഈ എനർജിയുടെ, അതായത് ഈ എലമെന്റ്സ് അലൈൻ ആവുമ്പോൾ നമ്മുടെ എനർജി ഹൈ എനർജിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ഹൈ എനർജി എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡ്, ആൻഡ് ഹൈ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഹൈ പേയ്മെന്റ്, ഹൈ ഇൻകം,
അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ എനർജി അലൈൻമെന്റ് ശരിയാക്കിക്കൊണ്ട് ഈ എലമെന്റ്സിനെ മനസ്സിലാക്കി നമ്മുടെ വ്യക്തിത്വത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പണത്തിന്റെ ഒഴുക്കിനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി നമസ്തേ.